ഗുഡ് ആഫ്റ്റർനൂൺ. ഒരുപാട് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വലിയ ദീർഘമായ മുഖവുരയൊന്നും പറയാതെ തന്നെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദളിത് സാഹിത്യത്തിൻ്റെ വരേണ്യ വായന എങ്ങനെയാണ് ഇവിടുത്തെ സവർണ സമൂഹം ദളിത് സാഹിത്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള വിഷയത്തിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ആൻസർ ചെയ്യേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്? അപ്പം അതായത് ദളിത് സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദളിതർ എഴുതുന്ന സാഹിത്യമാണോ ദളിത് സാഹിത്യം? അല്ലെങ്കിൽ ദളിതരെക്കുറിച്ച് എഴുതുന്ന സാഹിത്യമാണോ ദളിത് സാഹിത്യം? ദളിതർ എന്തെഴുതി വെച്ചാലും അത് ദളിത് സാഹിത്യമാകുമോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഈ ദളിത് അക്കാഡമീഷ്യൻസിന് തന്നെ ഒരു ഏകീകൃതമായ ഒരു ഉത്തരമൊന്നും ഇല്ല. എല്ലാവരും അവരവരുടെ ഒപ്പീനിയൻസാണ് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത്. എന്താണ് ഒരു കൃതിയെ ദളിത് സാഹിത്യമാക്കുന്നത് എന്നുള്ളതിന് ചില ആളുകളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ദളിതൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു സമുദായം എന്ന നിലയിൽ ദളിതരുടെ ഒരു സമൂഹത്തെ ഡിഗ്നിറ്റിയോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളത്, ആ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ദളിത് സാഹിത്യത്തിൻ്റെ പരിധിയിൽ നമുക്ക് പെടുത്താം എന്നുള്ളൊരു ഒരു ഡെഫിനിഷൻ അതിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി MR രേണുകുമാർ എഡിറ്റ് ചെയ്ത മലയാളത്തിലെ ദളിത് ചെറുകഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ദളിതേതര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കഥകളും കൂടി ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ഒരു കണ്ടൻറ്റ് വൈസ് ഒരു മനുഷ്യനെ ഡിഗ്നിറ്റിയോടുകൂടി, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഡിഗ്നിറ്റിയോടുകൂടി അവതരിപ്പിക്കുക, അവൻ്റെ സ്വാഭിമാനത്തിന് കളങ്കം വരുത്താത്ത രീതിയിൽ അവതരിപ്പിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഡിസ്കസ് ചെയ്യുക, ഒരു സമുദായം എന്ന നിലയിൽ ഈ ഒരു സമൂഹത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഡെപ്രിവേഷൻസിനെ അടയാളപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് ദളിത് സാഹിത്യമാണ് എന്ന് പരിഗണിക്കാമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നത് ദളിതരെക്കുറിച്ച് എഴുതുന്ന വർക്കുകളെ മാത്രമേ ദളിത് സാഹിത്യമായിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. കവിയൂർ മുരളിയെ പോലെയുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായമുള്ള ആളുകളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എഴുത്തെന്ന് പറഞ്ഞാൽ അതെപ്പോഴും അതിലൊരു അധികാരം അടങ്ങിയിട്ടുണ്ട്. ഒരു അധികാരത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് എഴുത്തെന്ന് പറയുന്നത്. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അധികാരം കിട്ടുന്നുണ്ട്. അത് കൾച്ചറലായിട്ടുള്ളൊരു അധികാരമാണ്. അത് ആ എഴുത്തിലും ഒരു അധികാരത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അത് എഴുത്ത് എന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. അപ്പം ഒരു കഥ, ഒരു സമുദായത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഥ, അത് ആരെഴുതുന്നു എന്നതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്ന അഭിപ്രായം ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ പക്ഷേ ഇവിടെയുള്ള ആളുകൾ പലപ്പോഴും സ്ട്രിക്ട്ലി അക്കാഡമിക് ആയിട്ടാണെങ്കിൽ, ഇപ്പോൾ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ജനവിഭാഗത്തെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും പഠിക്കാം. തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് തൊഴിലാളികൾ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയുന്നത് സ്ത്രീകൾ മാത്രമൊന്നുമല്ല. അപ്പോൾ ഒരു സ്ട്രിക്ട്ലി ഒരു അക്കാഡമിക് ഇതിൽ നിന്നിട്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ കാണുന്നവരുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ആർക്കും ഒരു കൃത്യമായിട്ടൊരു ഉത്തരമില്ല. പെർസ്പെക്റ്റീവ്സ് മാത്രമേ ഉള്ളൂ എന്താണ് ദളിത് സാഹിത്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും തോന്നാം, എന്തിനാണ് ഈ ദളിത് സാഹിത്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ? ഇവിടെ നായർ സാഹിത്യം ഇല്ലല്ലോ. ഉണ്ട്. MD എഴുതുന്ന പിന്നെന്താ? നായർ സാഹിത്യമല്ലേ. അതുപോലെ മാധവിക്കുട്ടി എഴുതുന്ന എന്താ? നായർ സാഹിത്യമല്ലേ. അപ്പോൾ നായർ സാഹിത്യം എഴുതുന്നവരിവിടെ ഉണ്ട്. പക്ഷേ നായർ സാഹിത്യം എന്ന് പറഞ്ഞ് അതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, അല്ലെങ്കിൽ നായർ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാനൊരു കൃതിയിലൂടെ അവതരിപ്പിക്കുക, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, അത് നായന്മാരുടെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതിൽ അവർക്കും താല്പര്യമില്ല. അതിനെ ഒരു പൊതു സ്ത്രീകളുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതിനാണ് അവർക്കും താല്പര്യമുള്ളത്. അപ്പോൾ അതിനെ പലപ്പോഴും നമ്മുടെ അടുത്തും ആളുകൾ ചോദിക്കാറുണ്ട്, ഈ
സ്ത്രീ പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേനും ദളിത് സ്ത്രീകൾ അവരുടെ ജാതി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. സവർണ സ്ത്രീകൾ നേരിടാറുണ്ട്, അവരുടെ ജാതി മൂലം പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. സവർണ സ്ത്രീകൾക്ക് യുണീക്കായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, ദളിത് സ്ത്രീകൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ജനറേഷനിലൊക്കെ തന്നെയാണെങ്കിൽ തൊഴിൽ ചെയ്യാന്ന് പറയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെട്ട സ്ത്രീകൾ തലമുറയായിട്ട് തൊഴിലെടുക്കുന്ന സ്ത്രീകളായിരുന്നു. അപ്പം അത് ആ തൊഴിലെടുക്കുക അല്ലെങ്കിൽ ആ വരുമാനം ഉപയോഗിക്കുക അങ്ങനത്തെ അത് തലമുറകളായിട്ട് ചെയ്ത് വന്നുകൊണ്ട് ഇരിക്കുന്ന സ്ത്രീകൾ ഞങ്ങളുടെ ഫാമിലീസിലൊക്കെ ഉണ്ട്. പക്ഷേ സവർണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടത്തിലേക്ക് പോകാമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപ്ലവം തന്നെ ആയിരുന്നല്ലോ. അപ്പം അതുപോലെ അങ്ങനത്തെ യുണീക്ലി അവരുടെ ജാതി മൂലം അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നായർ സാഹിത്യമുണ്ട്, ദളിത് സാഹിത്യമുണ്ട്. ദളിത് സാഹിത്യം എന്ന് പറയുമ്പോഴത്തേനും അതിനെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് മെയിൻ സ്ട്രീം സാഹിത്യമല്ല. മെയിൻ സ്ട്രീം സാഹിത്യം എന്ന് പറഞ്ഞാൽ മുഖ്യധാര സാഹിത്യമല്ല. മുഖ്യധാര സാഹിത്യത്തിന് എതിരായിട്ടല്ല ദളിത് സാഹിത്യം നിൽക്കുന്നത്. ദളിത് സാഹിത്യത്തിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എഴുത്തുകാർ അവർ മുഖ്യധാരയിൽ തന്നെയാണ് എഴുതുന്നത്, അല്ലാതെ ഒരു റിസർവ്ഡ് കാറ്റഗറിയിലല്ല അവരാരും എഴുതുന്നത്. ഈ മുഖ്യധാര സാഹിത്യമല്ല, സവർണ സാഹിത്യമാണ് ദളിത് സാഹിത്യമല്ലാത്തത്. ദളിത് സാഹിത്യമല്ലാത്തത് മുഖ്യധാര സാഹിത്യമല്ല, അത് സവർണ സാഹിത്യമാണ്. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുവാണെങ്കിൽ നമ്മുടെ കുറേ കൺഫ്യൂഷൻസ് അതിനകത്ത് തീരും. ഈ മുഖ്യധാരയിൽ ഇല്ല ഉണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം തന്നെ കവികൾ തന്നെ നോക്കിക്കേ. ഇപ്പം നമ്മളൊരു കവി സമ്മേളനം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു 6 ദളിതരെ അതിനകത്ത് വിളിക്കേണ്ടതായിട്ട് വരും. കാരണം ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള കവികളാണ് ഇപ്പോൾ ഭയങ്കര വലിയ കവികളായിട്ട് നിൽക്കുന്നത്. എസ് ജോസഫ് ഉണ്ട്, എസ് കലേഷ് ഉണ്ട്, MR രേണുകുമാറുണ്ട്. സ്ത്രീകളും നോക്കുവാണെങ്കിൽ വിജില ചെറുപ്പാടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം അവർ ദളിത് സാഹിത്യം എഴുതുന്ന ആളുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു റിസർവ്ഡ് പോസ്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അവരെ വിളിച്ചില്ല പിന്നെ ആരെയാ വിളിക്കുക നിങ്ങൾ? അല്ലെങ്കിൽ അവർക്ക് പരിഗണിച്ചില്ലെങ്കിൽ വേറെ ഏത് കവിയാണ് നമ്മൾ അവരെഴുതുന്ന പോലെ അതേ ഭാവുകത്വത്തിൽ എഴുതുന്നത്? അപ്പം അങ്ങനെ ഒരു മുഖ്യധാരയ്ക്ക് പുറത്തല്ല ഈ ദളിത് സാഹിത്യത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു കാറ്റഗറൈസേഷൻ വന്നു. ഈ കാറ്റഗറൈസേഷൻ സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സവർണർ അവർ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സാഹിത്യകൃതിയെ അതിൻ്റെ ആസ്വാദനം പൂർണ്ണമാകണമെങ്കിൽ, നമുക്ക് അതിനെ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എഴുതപ്പെട്ടതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെന്ന് വെച്ചാൽ ഒരു സാഹിത്യകൃതിയോ സിനിമയോ ആർട്ടോ ഒന്നും ഒരു വാക്വത്തിൽ സംഭവിക്കുന്നില്ല. അതിനൊക്കെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിനെ ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, HP ലവ്ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അയാൾ ഒരു ഹൊറർ റൈറ്ററായിരുന്നു. അപ്പോൾ അയാൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന, രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത പോലത്തിലുള്ള ഇത് എഴുതി വെക്കും. അപ്പം ഞാനിത് വായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇയാളെക്കുറിച്ച് കൂടുതൽ തപ്പിത്തടഞ്ഞ് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇയാളൊരു വൻ റേസിസ്റ്റ് മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ ഈ 18-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 1800-കളിലൊക്കെ എല്ലാവരും റേസിസ്റ്റാണ്. പക്ഷെ ആ 1800-കളുടെ സ്റ്റാൻഡേർഡ് വെച്ച് പോലും അയാൾ ഭയങ്കര റേസിസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഇതര റേസുകളോടുള്ള, കറുത്തവർഗക്കാരോടുള്ള അല്ലെങ്കിൽ മെക്സിക്കൻസിനോടുള്ള അയാളുടെ അറപ്പും പേടിയുമായിരുന്നു അയാളുടെ ഹൊറർ റൈറ്റിങ്സിലൂടെ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് ചേഞ്ചസ് ദ ഹോൾ തിങ്. അതിൻ്റെ അയാളുടെ വർക്കുകളുടെ മുഴുവൻ കോണ്ടെക്സ്റ്റും അത് മാറ്റുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കൊരു വർക്കിനെ മനസ്സിലാക്കണമെങ്കിൽ ഇയാൾ എന്തിനാണ് ഇത് എഴുതി വെക്കുന്നത്, എന്താണ് ഇയാളുടെ കോണ്ടെക്സ്റ്റ് എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണം, അതറിയാതെയും ആസ്വദിക്കാം, അത് ഒരു കുഴപ്പമില്ല. റീസെൻ്റ്ലി വളരെ ഹിറ്റായിട്ടുള്ള അറിവിൻ്റെ എൻജോയ് എൻജാമി എന്ന് പറയുന്ന പാട്ട്, അത് എല്ലാവരും ആസ്വദിച്ചു. അത് രാഷ്ട്രീയം മനസ്സിലാക്കാതെ തന്നെ അത് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത് കേൾക്കുമ്പം ഞാൻ 5 മരം വളർത്ത് അഴകാന തോട്ടം വെച്ച് തോട്ടം സഴിച്ചാൽ ഞാൻ തൊണ്ട നനയല്ലേ എന്ന് പറയുന്നതിനകത്ത് പൊളിറ്റിക്സ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത്
ഒരു ഇച്ചിരിയും കൂടെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പഠനത്തിന് വേണ്ടിയിട്ടോ നമുക്ക് കൂടുതൽ ആ ഒരു വളരെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ വളരെ സെൽഫിഷായിട്ടുള്ളൊരു നീഡാണല്ലോ. അത് നമ്മുടെ മാത്രം ആവശ്യമാണ് അത് ആസ്വദിക്കുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, എവിടെ നിന്നാണ് എഴുത്തുകാരൻ വരുന്നത്, എന്തിനാണ് അയാൾ എഴുതുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ അതിനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ നമ്മളിങ്ങനെ തരംതിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു ക്രിറ്റിസിസത്തിനുള്ള ഒരു ടൂളും കൂടെയാണ് ഈ ദളിത് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എന്ത് സിനിമ വന്നാലും എന്ത് റൈറ്റിങ്സ് വന്നാലും ദളിത് ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ 2 cents പറയും അതിനകത്ത്. എന്നുവെച്ചാൽ അതാണ് അതിൻ്റെ ഒരു രീതിശാസ്ത്രം. അതായത് നമ്മൾ എല്ലാ ടച്ച് സ്റ്റോൺസ് വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു ടച്ച് സ്റ്റോൺ തന്നെയാണ് ആക്ച്വലി. അപ്പം റീസെൻ്റ്ലി ഒരു പടിഞ്ഞാറ്റക്കുളം എന്ന് പറയുന്ന ഒരു കവിത എല്ലാവരും പരക്കെ സ്വീകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഒരു കൂട്ടം ദളിത് പെൺകവികൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കവിതയല്ലത് എന്ന് പറഞ്ഞു. അപ്പം അവിടെ ആ ഒരു അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് നമ്മൾ എല്ലാവരും അവരവരുടെ 2 cents അവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഒരു ടൂളും കൂടെയാണ് ഒരു ദളിത് സാഹിത്യം അല്ലെങ്കിൽ ഈ ദളിത് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വരേണ്യർ എങ്ങനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സവർണത അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സവർണതയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡോമിനേറ്റ് ചെയ്യണം എല്ലാം. അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എഴുതിയതാണെങ്കിലും വേറെ ആരെഴുതിയതാണെങ്കിലും ഡോമിനേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണം. അതായത് അതിൻ്റെ പറയുന്ന നറേറ്റീവിനെ അവർക്ക് കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരു പ്രത്യേകത അവർക്കുണ്ട്. അപ്പോൾ ഈ നറേറ്റീവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള കുറേ രീതികൾ അവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ പാട്രണൈസിങ് എന്നൊക്കെ സിംപ്ലി പറയും. അതേപോലെ തന്നെ ആ ഒരു കർത്തൃത്വ ഭാവം അവർക്കുണ്ട്. അത് വായനയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ വേറെ വായനയ്ക്കപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എഡിറ്റിങ്, ആമുഖം എഴുതുക, വിവർത്തനം ചെയ്യുക, അങ്ങനെ കുറേ ഈ ദളിത് എഴുത്തുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രാ വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് സവർണരായിട്ടുള്ള ആളുകൾ ചെയ്യും. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ അനൈലേഷൻ ഓഫ് കാസ്റ്റിന് അരുന്ധതി റോയ് ഇൻട്രൊഡക്ഷൻ എഴുതി. അപ്പോൾ അത് വളരെ വിവാദമായി. പ്രദീപം പാമ്പിരിക്കുന്നിൻ്റെ ലേഖനങ്ങൾ കളക്ട് ചെയ്ത് ആമുഖം എഴുതിയത് സുനിൽ പീളയുടെയാണ്. അപ്പോൾ അതിനെ ആളുകൾ വിമർശിച്ചു. ലൈക്ക് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ വിമർശിക്കുകയാണ്, അംബേദ്കറിന് എന്തിനാണ് ആമുഖം എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു വിമർശനമായിട്ട് വരുമ്പോൾ നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നു, ഇത്ര നാളും അവിടെ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സവർണ സമൂഹങ്ങളെ നോക്കുവാണെങ്കിൽ അവരെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എന്നാൽ ഒന്നും കാണിക്കാനൊന്നും ഇല്ല, എന്നാൽ അവർക്ക് കുറേ കണക്ഷൻസും കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പറ്റും ഓരോ കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഓരോ പ്രോഗ്രാമിനൊക്കെ പോയാലും ചില ആൾക്കാരെ കാണാം, അവരെന്താ ചെയ്യുന്നത് അറിയത്തില്ല, പക്ഷെ അവരെല്ലായിടത്തും ഉണ്ട്, അവർക്ക് എല്ലായിടത്തും പോകാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്സസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം ഈ ഒരു റിസോഴ്സസിൻ്റെ വളരെ അൺഈവനായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കാരണം നമ്മൾ ചിലപ്പം വിചാരിക്കുമായിരിക്കും, പ്രദീപം പാമ്പിരിക്കുന്ന സാറിൻ്റെ ലേഖനങ്ങൾ നമ്മൾ സമാഹരിക്കണം എന്ന് വിചാരിച്ച് രാത്രി കിടന്നുറങ്ങിയിട്ട് എണീറ്റ് വരുമ്പോൾ തന്നെ വേറൊരു സവർണ അത് സമാഹരിച്ച് കഴിയും. അപ്പോൾ അതേപോലെയുള്ള, അല്ലെങ്കിൽ നമുക്ക് അംബേദ്കറിൻ്റെ ഒന്ന് വിവർത്തനം ചെയ്യണം എന്ന് വിചാരിച്ച് ഇരുന്ന് ചായ കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരാൾ അവിടെ വിവർത്തനം ചെയ്ത് കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ കണക്ഷൻസിൻ്റെ ഒക്കെ ഒരു അഭാവം മൂലമാണ് നമുക്ക് കുറേ കൂടെ ടൈം എടുക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടി അത് ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്നു. അത് സവർണരത് ചെയ്യുമ്പോൾ ആ രീതിയിൽ അവരെ ഇപ്പം പ്രദീപൻ സാറിനെ ആണെങ്കിലും അംബേദ്കറിനെ ആണെങ്കിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടാൽ പോരെ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം അവിടെ കിടക്കുവാണ്. എഴുത്തെന്ന് പറയുന്നത് ഒരു അധികാരമാണ്. എഴുത്ത്
ചുമ്മാ സംഭവിക്കുന്നതല്ല, അതൊരു അധികാരമാണ്, അതൊരു അധികാര പ്രകടനമാണ്. എഴുതുന്നതിലൂടെ ഒരുപാട് കൾച്ചറൽ ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും അരുന്ധതി റോയ്ക്ക് എന്തിനാണ് കൾച്ചറൽ ക്യാപിറ്റൽ, അരുന്ധതി റോയ്ക്ക് എന്തിനാണ് അംബേദ്കറിന് ആമുഖം എഴുതിയിട്ട് കൾച്ചറൽ ക്യാപിറ്റൽ. അത് വേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ ഒരു ഇന്ത്യയിൽ അതുപോലെ ഒരു ദളിത് അപ്രൈസൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ പോരാട്ടങ്ങളും പ്രൊട്ടസ്റ്റുകളും ഒക്കെ വന്നിട്ട് ആൾക്കാരുടെ ഒരു നവീകരണം ഒരു പരിധി വരെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അരുന്ധതി റോയ് ആണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു അംബേദ്കറിനെ ഒരു രീതിയിൽ പിന്താങ്ങുന്ന ആളാണ് എന്ന ഒരു ക്യാപിറ്റൽ ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗോപാൽ ഗുരു ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ സയൻസസ് എത്ര ഇഗാലിറ്റേറിയൻ ആണെന്നുള്ളൊരു എസ്സേയിൽ ഗോപാൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ബ്രാഹ്മൺ ആൻഡ് എംപെരിക്കൽ ശൂദ്ര എന്നാണ് പറയുന്നത്. ബ്രാഹ്മൺ തിയറി ഉണ്ടാക്കുന്ന ആളാണ്, ആമുഖം എഴുതുന്ന ആളും വിവർത്തനം ചെയ്യുന്ന ആളുമാണ്. ശൂദ്രൻ അല്ലെങ്കിൽ ഒരു അവർണൻ ഡേറ്റയാണ്, അവനിങ്ങനെ ഡേറ്റ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവനിങ്ങനെ നോക്കി ഇങ്ങനെ പഠിക്കുകയാണ്, പരീക്ഷ എഴുതുവാണ്, മാർക്കുകൾ വാങ്ങിക്കുവാണ്, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം അവിടെ ഒരു അധികാര ബന്ധം നടക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതിനെയൊക്കെ ഒരു ചെറുവിരൽ അനക്കം മാത്രമെങ്കിലും കൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തിരിച്ച് ചോദിക്കുന്ന ദളിതരോടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അവരെഴുതിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾക്ക് എഴുതിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സവർണർ എങ്ങനെയാണ് ദളിതരുടെ ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും സിനിമയൊക്കെ കാണുന്നത് എന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ അവർ തമ്മിലുള്ള അധികാര ബന്ധത്തിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം വായനക്കാരും എഴുത്തുകാരും തമ്മിലുള്ള, ഇപ്പം സിനിമാക്കാരും സിനിമാ സംവിധായകരും സിനിമ കാണുന്ന ഓഡിയൻസും തമ്മിലുള്ള ബന്ധമല്ല വായനക്കാരും എഴുത്തുകാരും തമ്മിലുള്ളത്. സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ട ആൾക്കാർ നല്ല തെറി പറയും, ടി വിയിൽ വന്നിട്ട് പറയും, ഫോണിൽ കൂടെ പറയും, എല്ലാ രീതിയിലും പറയും. പക്ഷെ വായനക്കാർ പറയുമോ? ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ ഒരു വായനക്കാരൻ അടുത്ത് തെറി വിളിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇഷ്ടപ്പെട്ടില്ല, ബുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് റീസെൻ്റ്ലി നമ്മൾ കേട്ടുള്ളത് എസ് ഹരീഷിനെ സംഖ്യകൾ വിളിച്ചതാണ്. ആ തെറിയല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ബുക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഓതറിനെ ആരെങ്കിലും തെറി വിളിക്കുമോ? കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ആർട്ടാകുമ്പോൾ പോലും അതൊരു കൊമേർഷ്യൽ പ്രോഡക്റ്റാണത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആളുകൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്കും കണ്ടാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യമാണത്. ആൾക്കാർ അതിനെ കമ്പയർ ചെയ്യുന്ന ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നതായിട്ടല്ലേ. അപ്പോൾ ആൾക്കാർ പറയും നമ്മൾ സിനിമ കണ്ടിട്ട് ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറയുമ്പോൾ പറയും നമുക്ക് ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞൂടെ എന്ന് പറയും. പക്ഷേ ബുക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബുക്കെന്ന് പറഞ്ഞാൽ അതൊരു ഭൗതികമായ ഒരു എന്തോ ആണ്, നമ്മളൊന്നും അങ്ങനെ പറയാനൊന്നും പാടില്ല. നിങ്ങൾക്കത് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫ്യൂഡൽ ബന്ധമാണ് വായനക്കാരനും എഴുത്തുകാരനും തമ്മിൽ ഉള്ളത്. അപ്പം ആ ഒരു അധികാര ബന്ധത്തെയും കൂടെ, പക്ഷേ ഒരു ദളിതായിട്ടുള്ള ഒരു എഴുത്തുകാരനാണെങ്കിൽ ആ ബന്ധം നേരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ്. കെ ബാബുരാജിനെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന വായിച്ചില്ല. അയാൾ എഴുതുന്ന മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഭാഷയിലാണ് എഴുതുന്നത്, മനസ്സിലാകാത്ത ഇപ്പോൾ ആരുടെ കുഴപ്പമാണ്? അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ ജാതിയും സോഷ്യൽ ലൊക്കേഷനും അനുസരിച്ച് ഈ ഒരു ബന്ധം നേരെ തിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് ദളിതരും സവർണരും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുവാണ്. നമ്മുടെ സ്കൂളിലും നമ്മുടെ ക്ലാസ്സിലും എല്ലാ കാറ്റഗറിയിലും ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴും സവർണരെ സംബന്ധിച്ചിടത്തോളം ദളിതരുടെ ആർട്ട്, സിനിമ, അവരുടെ കഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൾച്ചറൽ ഷോക്കാണ്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈഫൊക്കെ ഉള്ളവരുണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൾച്ചറൽ ഷോക്കാണ്. ഭയങ്കര ഏലിയൻ സാധനങ്ങളാണ്. എൻ്റെ അടുത്ത് ഒരാൾ റീസെൻ്റ്ലി പറഞ്ഞ് കമ്മട്ടിപ്പാടം കണ്ടിട്ട് എനിക്ക് കൾച്ചറൽ ഷോക്കായി പോയിന്ന്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞാൽ ഇത്ര നാളായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ദളിത്സ് എന്ന് പറഞ്ഞാൽ അങ്ങ് മാറി വേറെ ഏതോ രാജ്യത്തൊന്നുമല്ല താമസിക്കുന്നത്. നമ്മൾ ഡെയിലി കാണുന്നത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് ഒരു ഏലിയൻ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ പോപ്പുലർ കൾച്ചറിൽ വളരെ അണ്ടർ റെപ്രസെൻറ്റഡ് ആണ് ദളിത്സ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം. അതല്ലാതെ ഒരു ദളിതനും നിങ്ങളോട് വന്ന് പറയാൻ പോകുന്നില്ല
നമ്മൾ എത്ര കാലം ഒന്നിച്ച് പഠിച്ചെന്ന് പറഞ്ഞാലും ഒന്ന് പറയാൻ പോകുന്നില്ല, അയ്യോ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസസ് ഇങ്ങനെയാണ് എന്നൊന്നും ആരും പറയത്തില്ല. പോപ്പുലർ കൾച്ചറിൽ ഇപ്പം സിനിമ ആകട്ടെ, മ്യൂസിക് ആകട്ടെ, പുസ്തകങ്ങളാകട്ടെ, പല രീതിയിൽ റെപ്രസെൻറ്റേഷൻ കിട്ടുമ്പോഴാണ് ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരു 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 എന്താ പറയുക, ഒരു വായിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അറിയപ്പെടേണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് വേറൊരു തരത്തിൽ ആ സമൂഹത്തിനൊരു എക്സിസ്റ്റൻസ് തന്നെ വരുന്നത്. നമ്മൾ പോപ്പുലർ കൾച്ചറിലുള്ള നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല ഇവിടുത്തെ ദളിത് സമുദായത്തിന്. അതേപോലെ തന്നെ സവർണർക്ക് താല്പര്യവും ഇല്ല. അല്ല, അവരെന്തിനാണ് അറിയുന്നത്? ഇപ്പം നമുക്ക് അത് വായിക്കേണ്ട ഒരു MT വായിക്കേണ്ട, മാധവിക്കുട്ടീനെ വായിക്കേണ്ട, KR മീരനെ വായിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ വായിക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ റീസെൻ്റ്ലി പതുക്കെ വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പെട്ടെന്നുള്ളൊരു താല്പര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സവർണൻ്റെ കഥകൾ പറഞ്ഞ് ആൾക്കാർ കേട്ട് മടുത്ത്. ഇനി പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ, ഇപ്പം മ്യൂസിക് ആണെങ്കിൽ അങ്ങനെ തന്നെ എല്ലാവരും നാടൻ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ടല്ലേ നോക്കുന്നത്. അപ്പോൾ എന്താണ് പെട്ടെന്നൊരു താല്പര്യം എന്ന് വെച്ചാൽ പുതുമ വേണം ആളുകൾക്ക്. ഈ പുതുമ എന്ന് പറഞ്ഞാൽ ഇനിയും നാലുകെട്ടുകളിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടാവുമോ? ആർക്കും ഉണ്ടാവത്തില്ല. കാരണം ഇതുതന്നെയാണ് കണ്ട് നമ്മൾ മടുത്ത്. എന്നാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക ഭാഷയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവരുടേതായിട്ടുള്ള ഒറിജിൻ സ്റ്റോറികളൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഒരു തരത്തിൽ എക്സോട്ടിസൈസ് ചെയ്തിട്ട് ഇവരുടെ കഥയാണ് എന്നാന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സോട്ടിസൈസേഷനും അവിടെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇങ്ങനത്തെ കഥകൾ ഇവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് ഒരു പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ എത്തിപ്പെട്ടത് ഇവിടുത്തെ പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ദളിത് അപ്രൈസലിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊരു ഈ പോപ്പുലർ കൾച്ചറിൽ എക്സ്പോഷർ ഇല്ലാതിരിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സാഹിത്യകൃതിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ആദ്യം സവർണർക്ക് തോന്നുന്നത് ഇതാണ്, എന്തോ ഒരു ഏലിയൻ സാധനമാണ്. അപ്പോൾ ഒരു രീതിയിലും റിലേറ്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ആ സമയത്ത്. അതുകൊണ്ട് പിന്നെ ഒരു ട്രെൻഡുണ്ട്, ഇവർക്ക് ഇങ്ങനെ സ്റ്റീരിയോടൈപ്സ് കൂടുതൽ, സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ട് ഇവരുടെയൊക്കെ ഒരു മനസ്സിലൊരു ഇമേജ് ഉണ്ട്. ഒരു ദളിതൻ എങ്ങനെയായിരിക്കും, അയാളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സ്റ്റീരിയോട്ടിപ്പിക്കൽ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിൻ്റെ അടുത്ത് എത്രയൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളാണോ ഇതിനകത്തുള്ളത്, അപ്പോൾ അത് കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ദളിതായിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കറുത്ത ആളായിരിക്കും, ഉയരം കുറഞ്ഞ ആളായിരിക്കും, ചുരുണ്ട മുടിയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ വളരെ ദരിദ്രമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായിരിക്കും, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ടുള്ള അപ്പം അതിനോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ടോ അത്രത്തോളം ഇവർക്ക് റിലേറ്റ് ചെയ്യും. എന്നാൽ ഒരു വിദ്യാഭ്യാസമുള്ള, ലാൻഡുള്ള, സൗകര്യങ്ങളുള്ള ഒരു ദളിതാണെങ്കിൽ അയാളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് തന്നെയല്ല, എല്ലാ ദുരന്തങ്ങളും ഇവർക്ക് സംഭവിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, ഓ ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ. ആരെങ്കിലും കണ്ടായിരുന്നോ? ഓ ബേബി എന്ന് പറയുന്ന സിനിമ ഉണ്ട്. അപ്പോൾ ആ സിനിമ തുടങ്ങുമ്പോൾ ആ സിനിമയിൽ ഒരു ബേസിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്, ഒരു പയ്യനാണ്, 18 വയസ്സ് അവനുള്ളെന്ന് ആ സിനിമയിൽ പറയുന്നുണ്ട്. ഒരു കറുത്ത നിറമുള്ളൊരു പയ്യനാണ്. അപ്പോൾ ആ പയ്യനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഹീ ഈസ് ഗോയിങ് ടു ഡൈ ഇൻ ദിസ് ഫിലിം. ഇയാൾ മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇയാൾ മരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം കാരണം ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കുറേയൊക്കെ കഴിഞ്ഞ് എന്താണ്ടൊക്കെ സിനിമയിലൊക്കെ സംഭവിച്ച് ലാസ്റ്റ് ഈ പയ്യനെ ഉണ്ടല്ലോ, ഒരുത്തൻ പിടിച്ചിട്ട് ഒരു പാറക്കല്ലെടുത്തിട്ട് അവനെ ഇടിക്കുവാണ് ആ കല്ല് വെച്ചിട്ട്. എന്ന് വെച്ചാൽ ഒരാൾ വെടിവെച്ച് കൊല്ലുന്ന പോലെയോ കുത്തിക്കൊല്ലുന്ന പോലെ അല്ല, അത് ഭയങ്കര ബ്രൂട്ടലാണ്. ഒരാളെ കല്ല് വെച്ച് ഇടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബ്രൂട്ടലാണ്. അതെന്ന് വെച്ചാൽ അവൻ്റെ വായിക്കൂടെയൊക്കെ ചോര ഒഴുകുകയാണ്, മുഖമൊക്കെ ഇങ്ങനെ ചതഞ്ഞ്, അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു വോയറിസ്റ്റിക് സാധനമായിട്ടാണ് എനിക്കത് ആക്ച്വലി അപ്പം തോന്നിയത് ആ കാഴ്ചനെ. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സിനിമ സ്റ്റീരിയോടൈപ്പിനെ ബ്രേക്ക് ചെയ്ത് ഇവൻ മരിച്ചില്ല, ഇവൻ എന്നിട്ട് ജീവിച്ച് വന്ന് മൃതപ്രായനായിട്ട് ഒരു അപ്പൂപ്പൻ വന്ന് എന്തൊക്കെയോ ചെയ്യുമ്പോഴത്തേനും ഇവൻ പെട്ടെന്ന് ഇതായിട്ട് വന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്റ്റീരിയോടൈപ്പിനെ അവർ ബ്രേക്ക് ചെയ്തു. പക്ഷേ ആ വോയറിസം വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു ഇതവിടെ ഉണ്ടായിരുന്നു. ഈ ഇഷ്ടമില്ലാത്ത ട്രെയ്റ്റുകൾ, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ താല്പര്യമില്ലാത്ത ട്രെയ്റ്റുകൾ
ഈ ദളിതരിൽ ആരോപിക്കുന്ന ഒരു പ്രവണത ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. അപ്പം നമുക്കിഷ്ടമില്ലാത്ത ഇത് ഇവർക്ക് സംഭവിക്കുന്ന കാണുമ്പോൾ വി ആർ ഫൈൻ, ഓക്കെ, നമുക്ക് സംഭവിക്കുന്നില്ല അത് എന്നുള്ള ഒരു കാര്യത്തിൽ ഈ ഇത്തരം ആരോപിക്കലുകൾ ചേർന്നാണ് ഈ സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാകുന്നത്. സ്റ്റീരിയോ ടൈപ്പുകൾ പിന്നെ ആൾക്കാർ വിശ്വസിച്ച് പിന്നെ അതങ്ങ് സത്യമായിട്ട് അങ്ങ് മാറും. അപ്പോൾ അതൊരു സത്യമാണ് എന്ന ആളുകൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ ഇതിനകത്ത് പിന്നെ സവർണർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാഹിത്യ കൃതികളെന്ന് പറഞ്ഞാൽ ദളിത് ലിറ്ററേച്ചറിൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള എഴുത്തുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ചാൽ വൈകാരിക പ്രതികരണങ്ങൾ, ഒരാളിന്ന് കരയുവാണ്, വിഷമിക്കുവാണ്, ആളുടെ സങ്കടം പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ വെച്ചാൽ ഇപ്പം അപ്പം അതിന് ഉത്തരവുണ്ട്, അതിനോട് പ്രതികരിക്കാൻ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര എൻ്റെ ദുരിതങ്ങൾ ഇങ്ങനെ ഇന്ന് പറയുകയാണെങ്കിൽ ഈ കാലവും കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട അതിനകത്ത്. പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഇവിടെ ഭൂമിയെക്കുറിച്ച് ചോദിക്കുകയാണ്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ലബ്സം ഗ്രാൻഡ് വിതരണത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് പറയാൻ പാടായിരിക്കും. അപ്പോൾ ഈ ഒരു ഔട്ട്റേജിങ് ആയിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഭയങ്കര ദേഷ്യപ്പെടുക, എന്ത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണെങ്കിൽ അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ഔട്ട്റേജിനെ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ കംഫർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ഒരു ഡിസഗ്രിയബിൾ മെജോറിറ്റി ഉണ്ട് ഈ ഡേറ്റയൊക്കെ വെച്ചിട്ട്, കണക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മെജോറിറ്റി അവിടെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്ന സെലിബ്രിറ്റികളുണ്ടല്ലോ, ഈ വിവാദം ഉണ്ടാക്കുന്ന സെലിബ്രിറ്റികൾ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ അവരെ പല രീതിയിൽ ആളുകൾ അവരുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. ഇപ്പം നിയമവശങ്ങൾ പറഞ്ഞ ചില ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഈ സെലിബ്രിറ്റി മറുപടി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വൈകാരിക പ്രതികരണത്തിനായിരിക്കും. അപ്പോൾ കാരണം വൈകാരിക പ്രതികരണങ്ങളെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പം ഇവിടെ സ്വീകരിക്കപ്പെടുന്ന ദളിത് സിനിമകളാണെങ്കിൽ, ദളിത് സിനിമ എന്ന് പറയാൻ ദളിതരായിട്ടുള്ള ആളുകളുടെ എടുക്കുന്ന സിനിമ അല്ലെങ്കിൽ ദളിതരെക്കുറിച്ചുള്ള സിനിമകളാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന് ഈ വളരെ വൈകാരികമായിട്ടുള്ള ഇതാണ്. പക്ഷെ വൈകാരികത മോശമാണെന്ന് അതിന് അർത്ഥമില്ല കേട്ടോ. വൈകാരികത ഒട്ടും മോശമല്ല. വൈകാരികതയൊക്കെ വേണം. എനിക്കും വളരെ വൈകാരികമാണെന്നൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ആളൊക്കെ തന്നെയാണ് ഞാനും. അപ്പം പക്ഷെ അത് മാത്രമല്ല, നമ്മൾ വളരെ പല ലെയറുകളാൽ നമ്മളിങ്ങനെ അടുക്കി വെക്കണം നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ അതിലൊരു ലെയർ മാത്രമായിരിക്കണം വൈകാരികത എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ടോക്കൺ റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ ഒരു സാഹിത്യ ഇത് വന്നാലും അല്ലെങ്കിൽ ഇതൊക്കെ വന്നാലും ഇവരൊക്കെ ആളുകളെ വിളിക്കും, ഒന്നോ രണ്ടോ ആളുകളെ വിളിക്കും. പക്ഷേ അതെന്താ ഒരു ടോക്കൺ ആയിട്ടായിരിക്കും വിളിക്കുക. ബുക്കൊക്കെ മേടിക്കും, പക്ഷെ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം ഈ ബുക്കൊക്കെ വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പം KR മീരയുടെ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുക, നീ വായിച്ചോ, ഞാൻ വായിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതേസമയം എൻ്റെ ബുക്കാണേലോ വേറെ ആരും വായിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ തള്ളാനൊന്നും പറ്റത്തൊന്നുമില്ല ആരുടെ അടുത്തും. ഞാൻ അലീനയുടെ ബുക്ക് വായിച്ചെന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ബുക്കൊക്കെ മേടിക്കുമായിരിക്കും, ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ വായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വായിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. അപ്പം അങ്ങനത്തെ ഒരു ടോക്കൺ റെപ്രസെൻറ്റേഷൻ. പക്ഷെ നമ്മുടെ ആ കാഴ്ചയാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഒരു വളരെ കാസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് മാത്രമേ ഒരു ശ്രദ്ധ പോകുന്നുള്ളൂ. നമ്മൾ വളരെ പൊളിറ്റിക്കലായിട്ട് എഴുതുക വേണം. പൊളിറ്റിക്കൽ അല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ ദളിതൻ്റെ എഴുത്തിന് വിലയില്ല. എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് എഴുതുന്നു, വളരെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് എഴുതുന്നു. പക്ഷെ അവിടെ എവിടെയെങ്കിലും ഞാൻ എൻ്റെ പൊളിറ്റിക്സ് പറയണം. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എഴുത്തിന് മൂല്യമില്ല. കാരണം ഞാൻ ഒരു ദളിത് വ്യക്തിയാണ്, ഞാൻ എൻ്റെ സമുദായത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് മാത്രമാണ് എൻ്റെ എഴുത്ത് വായനായോഗ്യമായിട്ട് ഒരു സവർണ റീഡർഷിപ്പ് പരിഗണിക്കുന്നത്. അപ്പം അതില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എഴുത്തിന് മൂല്യമില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ദളിത് അനുഭവങ്ങളെക്കുറിച്ച് ഉള്ള എഴുത്തുകൾ
കൂടുതൽ സ്വീകരിക്കുക. ഇപ്പം നമ്മൾ ആ രീതിയിൽ എഴുതണം. പക്ഷേ ഒരു ദളിത് അനുഭവം എന്ന് പറയുന്ന ഒരു കോമൺ അനുഭവമൊക്കെ എന്ന് വെച്ചാൽ എല്ലാ ദളിതരുടെ അനുഭവം ഒരേപോലെ ഒന്നുമല്ലല്ലോ. ഒരു ദളിത് അനുഭവം പറഞ്ഞാൽ ഞാൻ എന്താ പറയും, മാളവിക ചേച്ചി എന്തായിരിക്കും പറയാം. അങ്ങനെ ഒരു ദളിത് അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ദളിതർക്ക് കോമൺ ആയിട്ടുള്ള ഒരേ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് വിവേചനത്തിൻ്റെ അനുഭവം മാത്രം. അതല്ലാണ്ട് വേറെ ഒരു കോമൺ അനുഭവമൊന്നുമില്ല. എല്ലാ ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ അവരുടെ ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട്, അവർ വരുന്ന പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ എക്കണോമിക് ക്ലാസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടിക്കുഴഞ്ഞും കലർന്നും ഒക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു അനുഭവത്തെ ദളിത് അനുഭവം എന്ന് പറഞ്ഞ് വേർതിരിച്ചെടുക്കാൻ എങ്ങനെ പറ്റും? നമ്മുടെ വിവേചനത്തിൻ്റെ അനുഭവം അല്ലാതെ. വിവേചനം എന്ന് പറഞ്ഞാൽ അത് എവിടെയാണെങ്കിലും, പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ഒരു ദളിതനായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ജാതി വിവേചനം അനുഭവിക്കും. ഇല്ലയെന്ന് പറയുന്ന ആൾക്കാരെ ഒന്നും വിശ്വസിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ വളരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള, വളരെ മൾട്ടിപ്ലിസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. എല്ലാ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ, എല്ലാവരുടെ ഇടയിലും ഉണ്ട് വ്യത്യസ്തതകൾ, ഒരേപോലെ ഒന്നുമല്ല. ഇപ്പം ഈ ഒരു ദളിത് അനുഭവത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ദളിത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയാണ്. അപ്പം നമുക്ക് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വർഷിപ്പ് രീതിയിലൊക്കെ. അപ്പം നമ്മുടെ പള്ളികളിൽ ഒക്കെ കീബോർഡ് ഉണ്ടാവും, ഗിറ്റാർ ഉണ്ടാവും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആയിരിക്കും, അവർ ഈ കൊച്ചിലെ തന്നെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങ് പിക്ക് ചെയ്യും. അവർക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അവരതങ്ങ് പിക്ക് ചെയ്തിട്ട്, ചില ആൾക്കാർ കീബോർഡ് പ്ലേ ചെയ്യാൻ പഠിക്കും, ചില ആൾക്കാർ ഗിറ്റാർ പ്ലേ ചെയ്യാൻ പഠിക്കും, ചിലർ ഡ്രംസ് ആയിരിക്കും. അപ്പോൾ അവർ കൊച്ചിലെ തൊട്ട് പ്രാക്ടീസ് ചെയ്ത് വലുതാകുമ്പോൾ അവർ ഭയങ്കര മ്യൂസീഷ്യൻസ് ആവും. അങ്ങനെ ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം മ്യൂസിക്കിൽ ഒരുപാട് ദളിത് ക്രിസ്ത്യൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. മെയിൻ സ്ട്രീം ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ തന്നെ പറയുന്നത് വെച്ചാൽ, ഇവരുടെ ഒരു സെൻസ് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ബൈ ബ്ലാക്ക് ഗോസ്പെൽസ് ആണ്. ഗോസ്പെൽ സോങ്സ് ആണ്. അപ്പോൾ അവരുടെ ഒരു സെൻസ് ഓഫ് റിതം അല്ലെങ്കിൽ ഹാർമണി അതൊക്കെ വളരെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിൽ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ച്, അല്ലെങ്കിൽ ഒരു കർണാട്ടിക് വേയിൽ പഠിച്ച ഒരാൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു സെൻസിബിലിറ്റിയിലോട്ട് എത്താനായിട്ട് കുറച്ച് പാടായിരിക്കും എന്ന് പറയാം. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ദളിത് അനുഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാ ദളിതർക്കും അനുഭവം ഉണ്ടോ? ഇല്ല താനും. അപ്പം അങ്ങനെ നമ്മുടെ ഓരോ എക്സ്പീരിയൻസസും അതുപോലെയാണ്. ഉദാഹരണമായിട്ട് ഹൈ റേഞ്ച് സൈഡിലൊക്കെ പണ്ട് കാലത്ത് തന്നെ മൈഗ്രേറ്റ് ചെയ്തു വന്നിട്ടുള്ള ലാൻഡുള്ള ദളിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ദളിറ്റ്സിനെ കുറിച്ച് പൊതുവെ പറയുമ്പം ലാൻഡഡ് അല്ലാത്തൊരു കമ്മ്യൂണിറ്റി ആണല്ലോ ദളിത് കമ്മ്യൂണിറ്റി പൊതുവെ. പക്ഷേ ലാൻഡുള്ള ദളിറ്റ്സ് ഉണ്ട്. പക്ഷേ അവരുടെ ലാൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സവർണന് അവൻ്റെ ലാൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ അല്ല. അല്ലെങ്കിൽ സവർണന് ലാൻഡുള്ള പോലെ അല്ല ഒരു ദളിതന് ലാൻഡുള്ളത്. ദളിതൻ്റെ ലാൻഡിന് വിലയില്ല, അതാണ് മെയിൻ. വിലയില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ വിൽക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഒരു പുലയനാണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിന് മാർക്കറ്റ് വില കിട്ടാത്ത സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് കുറച്ച് വിലയായിരിക്കും. ഇപ്പം തന്നെയല്ല, നമ്മുടെ ചുറ്റും ഉള്ള സ്ഥലങ്ങളുടെ വില കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെ വളരെ റിയൽ എസ്റ്റേറ്റ് ഇതിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ട്. അതൊക്കെ വളരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്. അപ്പം അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സവർണ റീഡേഴ്സിന് ഡിസ്ക്രിമിനേഷൻ മാത്രം മതി. അപ്പം അതിനെ ഒരു അവരുടെ ഒരു സവർണ ഗിൽറ്റിനെ ഇവോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്തു, അലീനയുടെ പോയട്രി വായിച്ചു, ഇന്നത്തെ പൊളിറ്റിക്സ് കഴിഞ്ഞു, അങ്ങനത്തെ ഇതൊക്കെ പറയാൻ പറ്റുന്ന ഇതൊക്കെ വർക്കൊക്കെ ആണ് അവർക്ക് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ അടുത്തൊരു റീസെൻ്റ്ലി എൻ്റെ അടുത്തൊരു കോളേജ് അധ്യാപികയായിട്ടുള്ളൊരു ഒരാൾ പറഞ്ഞു, അവർക്ക് ഈ എല്ലാ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ദളിത് ലിറ്ററേച്ചറുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ദളിത് ലിറ്ററേച്ചർ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാ വർക്കിലും ഒരേ കാര്യമാണ് പറയുന്നത്, ഒരേ കാര്യമാണ് പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ അതിനെക്കുറിച്ച് മാത്രം. അപ്പം എല്ലാവർക്കും ബോറിംഗ് ആണ്, സ്റ്റുഡൻസിനും ബോറിംഗ് ആണെന്ന്. ആക്ച്വലി ഇത് പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഈ ദളിതായിട്ടുള്ളൊരു ആൾ, ഇപ്പോൾ ഒരു കവി എന്ന് തന്നെ വിചാരിക്കട്ടെ, അയാൾ കവിത എഴുതുമ്പോൾ അയാൾ പല രീതിയിൽ കവിത എഴുതും.
പ്രധാനമായിട്ട് അയാളുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ അഡ്രസ്സ് ചെയ്ത് കവിത എഴുതുകയും ചെയ്യും. അയാൾ സവർണരെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള കവിത എഴുതുകയും ചെയ്യും. ഈ സവർണരെ അഡ്രസ്സ് ചെയ്ത് എഴുതുന്ന കവിതയിലായിരിക്കാം ഈ വിവേചനത്തിൻ്റെ കാര്യം പറയുന്നത്. അത് മാത്രമേ ഈ സവർണന് മനസ്സിലാവത്തുള്ളൂ. സവർണനെ അഡ്രസ്സ് ചെയ്യുന്ന കവിതകൾ മാത്രമേ സവർണന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ കവിതകളാണ് അയാൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. കാരണം അയാളാണ് അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്. ആ കവിതകളാണ് യൂണിവേഴ്സിറ്റിയിലെ സിലബസുകളിൽ ഉൾപ്പെടുന്നത്. എല്ലാവരുടെയും അവസ്ഥ അതാണ്. അതല്ലാത്ത കവിതകൾ നൂറുകണക്കിന് അവർ എഴുതാറുണ്ട്. ഇവരാരും ഒന്നും കാണാറില്ല എന്ന് മാത്രം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആസ്വാദനത്തിൻ്റെ തലങ്ങളൊക്കെ പോകുന്നത്. നമ്മുടെ ഒരു സാമൂഹിക മാറ്റം നമ്മൾ അളക്കുവാണ് എന്ന് വിചാരിച്ചു. നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടൂള് മതി. ഒരു ദളിത് സാഹിത്യത്തിന് സവർണര് എങ്ങനെയാണ് അവരതിനെ ആസ്വദിക്കുന്നത്, അത് തന്നെ അവർ ഒരു സവർണ ഒരു സമൂഹം എന്നുള്ള നിലയിൽ അവർ എത്രത്തോളം സ്വയം നവീകരിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഒരു സാക്ഷ്യമായി ആകാനായിട്ട് അതിന് പറ്റും. കാരണം ആ ഒരു അവരെത്രത്തോളം പരിഷ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം മാനവിക മൂല്യങ്ങളുണ്ട് എന്നുള്ളതിന് അതൊരു സാക്ഷ്യമാണ്. കാരണം ഒരു ദളിത് കൃതി അവരതിൽ ഡിസ്ക്രിമിനേഷനാണോ നോക്കുന്നത്, വയലൻസ് ആണോ നോക്കുന്നത്, ദളിത് സ്ത്രീകളെ റേപ്പ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങളാണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ അതൊരു ടച്ച് സ്റ്റോണായിട്ട് തന്നെ നമുക്ക് വെക്കാവുന്നതാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ദളിതർക്കൊരു ഒറ്റയ്ക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പുരോഗമിച്ച് പോകാൻ ഒന്നും പറ്റത്തില്ല. സവർണരും കൂടെ പുരോഗമിക്കണം. നമുക്കൊറ്റയ്ക്ക് നമ്മൾ വളരെ ദളിതർ സൂപ്പർ പവറായിട്ട് ഇവിടെയുള്ള സവർണരെ എല്ലാം ഗ്യാസ് ചേമ്പറിൽ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ സാമൂഹിക മാറ്റം ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പോൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ എല്ലാവരും കൂടെയാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സവർണർ തന്നെ അവർ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് പരിഷ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ തുടങ്ങണം. അങ്ങനത്തെ ചർച്ചകളൊക്കെ അവരുടെ ഇടയിൽ നിന്നൊരു പരിഷ്കാരം ആദ്യം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് സാമൂഹികമായിട്ട് എല്ലാവർക്കും ഒന്നിച്ച് വളരെ പ്രോഗ്രസീവായിട്ട് തന്നെ ഇരിക്കാം. ഗോപാൽ ഗുരു ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു ആ എസ്സേയിൽ. അതായത് സ്പൂൺ ഓഫ് തിയറി. ചില ആളുകളുടെ വായിൽ അവർ ജനിക്കുന്നത് തിയറിയുടെ സ്പൂണുമായിട്ടാണ്. പക്ഷെ ചില ആളുകൾ ജനിക്കുന്നത് അവരുടെ കഴുത്തിൽ ഡേറ്റയുടെ പോട്ടുമായിട്ടാണ് ജനിക്കുന്നത്. ചില ആൾക്കാർ ഡേറ്റയാണ്, ചില ആൾക്കാർ തിയറിറ്റീഷ്യൻസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അധികാര ബന്ധങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആവാനും അങ്ങനെയൊക്കെ നമുക്ക് ഇനി തുടർന്നുള്ള അവസരങ്ങളിലൊക്കെ ശ്രമിക്കാം. താങ്ക് യു. എന്നെ ക്ഷണിച്ചതിന് ഡോക്ടർ അരുണനും നന്ദി. എല്ലാവർക്കും നന്ദി.